അല്പനേര ചിന്തയ്ക്കായി 1 ശമൂവേൽ 1:10-11. മനവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ശവരം കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, 174ാമത്തെ സഭാദിനത്തോടനുബന്ധിച്ച് ഈ 3-ാം ദിവസം നടക്കുന്ന അവിടുത്തെ കൺവെൻഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വായിച്ചു കേട്ടതായ മാറ്റമില്ലാത്ത വചനം ഈ രാത്രിയിൽ ഈ ദേശം കേൾക്കുവാൻ, ഏറ്റെടുക്കുവാൻ സംസാരിക്കുന്ന അടിയനോട്, കേൾവിക്കാരായിരിക്കുന്ന തൻ്റെ മക്കളോട് ദൈവം സംസാരിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹന്നയുടെ പ്രാർത്ഥനയും ഹന്നയുടെ നേർച്ചയും എന്ന തലക്കെട്ടിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 1-ാം ദിവസം യഹോവയായ ദൈവം യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുകയും യഥാസ്ഥാനപ്പെടുകയും ദൈവസന്നിധിയിൽ മടങ്ങി വന്നപ്പോൾ അവനെ ഇസ്രായേലിനായി ദൈവം മാറ്റിയത് നിങ്ങൾ വളരെ വ്യക്തതയോടെ ശ്രമിച്ചുവല്ലോ. ഇന്നലെ രാത്രിയിൽ യോന എന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അനുസരണ പഠിപ്പിച്ചു. ഒരു സമൂഹത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആ യോനയെ കൊണ്ട് ഉപയോഗിച്ച വിധം നിങ്ങൾ ശ്രമിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ ദേശത്തുള്ള ജനത്തോടും പ്രത്യേകിച്ചും മാതാപിതാക്കളോടും സഭയോടും അടുത്ത തലമുറ ഏത് നിലയിലായിരിക്കണം എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയാണ്. ഹന്ന എന്ന ഒരു ദൈവ പൈതൽ, ഹന്നയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ഹന്നയുടെ ജീവിതത്തിൽ നേർച്ചയുണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം ഈ വേദപുസ്തകം എന്നെ പഠിപ്പിച്ച ഒരു ആഴമേറിയതായ ഒരു കാര്യം മുഖവുരയായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യഹോവ എന്ന യെശുരോന്റെ ദൈവം 5 നിലകളിൽ മനുഷ്യനോട് സംസാരിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് സംസാരിച്ചു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖാമുഖമായി ഞാൻ സംസാരിക്കുന്നത് പോലെ യഹോവയായ കർത്താവ് ഏദേനിൽ ആദ്യത്തെ മനുഷ്യനായ ആദാമിനോടും ഹവ്വയോടും ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവമായ യഹോവയായ കർത്താവ് മനുഷ്യനോട് സംസാരിച്ചത് മുഖാമുഖമായി സംസാരിച്ചു. എന്നാൽ തോട്ടത്തിൽ ആ തോട്ടത്തെ പരിചരിക്കുവാനും തോട്ടത്തിലുള്ള സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും കീഴ്പ്പെടുത്തുവാനും അതിനെ നിയന്ത്രിക്കുവാനും ദൈവം ഈ മനുഷ്യന് കൽപ്പിച്ചപ്പോൾ, തോട്ടത്തിൻ്റെ മധ്യേ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തെയും പരിപാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശത്രുവായ സാത്താൻ ആ വൃക്ഷത്തിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഈ വൃക്ഷം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ മാറുമെന്ന് പറഞ്ഞപ്പോൾ കാവൽക്കാരൻ വീണുപോയി.
കാവൽക്കാരൻ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറിയപ്പോൾ ഹവ്വ അതിൽ കീഴ്പ്പെട്ടു, ദൈവ കൽപ്പന ലംഘിച്ചു. അതിൻ്റെ മുഖാന്തരം മരണത്തെയും ശാപത്തെയും മനുഷ്യൻ വാങ്ങി എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം മനസ്താപപ്പെട്ടു, ഈ മനുഷ്യനെ എന്തിനാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട്, എൻ്റെ സ്വരൂപം കൊണ്ട്, എൻ്റെ ആത്മാവിനെ, അവന് ജീവനെ ഊതിക്കൊടുത്ത് എന്ന് അവൻ മനസ്താപപ്പെട്ടു. എന്നാൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും പ്ലാൻ ചെയ്യുകയാണ്, ഈ മനുഷ്യനെ വീണ്ടും ഇവന്റെ അടുക്കൽ പോകണം, ഇവനോട് സംസാരിക്കണം. അപ്രകാരം യഹോവയായ ദൈവം രണ്ടാമത് തെരഞ്ഞെടുത്തത് പ്രവാചകന്മാരെ ദൈവം വിളിച്ചു വരുത്തി. അവരോട് ദേശത്തിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവമായ കർത്താവ് അറിയിച്ചു. അപ്രകാരം രണ്ടാമതായിട്ട് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. നോഗ എന്ന ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. ദേശത്തിന്റെ പാപം എൻ്റെ അടുക്കിൽ വന്നതുകൊണ്ട് ഞാൻ ജലം കൊണ്ട് ദേശത്തെ നശിപ്പിക്കുവാൻ പോകുകയാണ്, ഒരു പെട്ടകം പണിതുകൊള്ളുക എന്ന് യഹോവയായ ദൈവം ഈ നോഗയോട് സംസാരിച്ചു. ഏറ്റുവാങ്ങി, ഏറ്റത് ജനത്തോട് സംസാരിച്ചു. ജനം ഒരുത്തനും കീഴ്പ്പെട്ടില്ല. 8 പേർ നിലകൊള്ളുന്ന ഒരു ഭവനത്തിൽ തൻ്റെ ഭാര്യ, തൻ്റെ 3 ആൺമക്കൾ, മരുമക്കൾ മാത്രം ആ പെട്ടകത്തിൽ കയറി. ബാക്കി എല്ലാ ജനവും നശിച്ചുപോയി. അപ്രകാരം ദൈവം മലാക്കി വരെ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൗത്യം താൻ ഏറ്റെടുത്ത് തൻ്റെ പ്രവാചകന്മാരിലൂടെ കർത്താവിൻ്റെ വചനം പറയുകയും ജനത്തോട് അത് പ്രവാചകന്മാർ പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം അടുത്ത 3-ാമത്തെ പദ്ധതി, ഒരു കന്യക ഗർഭിണിയാകും, അവന് ഒരു ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുന്ന ഒരു രക്ഷിതാവെന്ന ഒരു മസിഹ എന്ന ബേത്ലഹേമിൽ ജനിക്കുന്ന ഒരുവനെ ഈ ഭൂമിയിൽ അയക്കും. തൻ്റെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ ജഡമായി ഈ ഭൂമിയിൽ യേശു ജനിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ പറഞ്ഞു. കഴുതയുടെ പുറത്ത് അവൻ കയറി വരുമെന്നും സ്വന്തം ജനത്തിലേക്ക് കയറി വരുമെന്നും സ്വന്തം ജനം അവനെ കൈക്കൊള്ളുകയില്ല എന്ന് ദൈവത്തിൻ്റെ പ്രവചനം നിവർത്തിയായി. അങ്ങനെ ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ 3.5 വർഷക്കാലം നന്മ ചെയ്തവനായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, തൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുകയും താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവങ്ങളെയും താൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നും താൻ സ്വർഗാരോപണം ചെയ്യുമെന്നും മശിഹ എന്ന ദൈവമായ യഹോവ 3-ാമതായിട്ട് മനുഷ്യനിലൂടെ സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ വ്യക്തമായി നിങ്ങളിത് കേൾക്കുമെങ്കിൽ മാത്രമേ ഇന്ന് രാത്രിയിൽ ഞാൻ കൊണ്ടുവരുന്ന വചനം നിങ്ങളുടെ ഉള്ളറകളിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കും. ഒന്നാമതായിട്ട് പറഞ്ഞു, യഹോവയായ ദൈവം മനുഷ്യനിലൂടെ സംസാരിച്ചത് നേരിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ. വേദപുസ്തകം വ്യക്തത വരുത്തുന്നു, ഞാനൊരു സ്നേഹിതനെ പോലെ മോശയോട് സംസാരിച്ചു.
പാപത്തിൽ വീണപ്പോൾ ദൈവം പ്രവാചകനിൽ മൂലം തൻ്റെ ദൗത്യം ഏറ്റെടുത്തു. താൻ ജനത്തോട് സംസാരിക്കുന്നത് അത് നിർത്തിയില്ല, സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം താൻ തന്നെ ഒരു മനുഷ്യനായി ജഡാവതാരം എടുത്തു. അവൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതൊക്കെയും ക്രൂശിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിവൃത്തിയായി. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. താൻ 3 ദിവസം കല്ലറയിലായിരുന്നുവല്ലോ. 3-ാം ദിവസം യേശു പറഞ്ഞതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റത് എത്ര പേർക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി പറഞ്ഞു, ഞാൻ യേശുവിനെ പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഇന്നുവരെയും മഹാത്മാജിയുടെ കല്ലറ അടച്ചിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നിരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർക്ക്, പത്രോസിന്, 500-ലേറെ ജനത്തിന് അവൻ പ്രത്യക്ഷനായി. അവൻ സ്വർഗാരോപണം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞ ഒരു വാക്കിനെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഞാൻ പോയതിനു ശേഷം ഞാനൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. പെന്തക്കോസ്തിന്റെ അനുഭവം എനിക്ക് ഏറെ ഇഷ്ടമാണ്. യേശു സ്വർഗാരോപണം ചെയ്ത ദിവസം മുതൽ 50-ാം ദിവസം വരെ ജനം കാത്തോണ്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുബോധം വരുത്തുന്ന പരിശുദ്ധ ആത്മാവിനെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നു, അന്ത്യകാലത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ജനത്തോട് അയക്കും. അന്ന് നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ മക്കൾ പ്രവചിക്കും എന്ന ആ പ്രവചനത്തിന്റെ ശബ്ദം 50-ാം ദിവസം സ്വർഗത്തിലെ വലിയവനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ദേശത്തേക്ക് അയച്ചു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് തുള്ളുന്നതും കുതിക്കുന്നതുമല്ല. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് സുബോധം വരുത്തുന്നതാണ്. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് സുഖം വരികയില്ല, തന്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് സുഖം പ്രാപിക്കും എന്ന് കർത്താവ് തന്റെ വചനത്തിലൂടെ സംസാരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഭവം ആയിരനല്ലൂരിലെ 174-ാമത്തെ ഈ സഭാദിനത്തിൽ ഈ സഭയ്ക്ക് ഉണ്ടോ എന്ന് കർത്താവായ ദൈവം ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവാണോ നിങ്ങളുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ കൃപയാണോ നിങ്ങളെ വഴി നടത്തുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായി ജീവിക്കുന്നു? അങ്ങനെ പരിശുദ്ധാത്മാവ് 4-മതായിട്ട് മനുഷ്യനിലൂടെ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ന്യായവിധി എന്ന് ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും പരിശുദ്ധാത്മാവാണെന്ന് മറന്നു പോകരുത്. എൻ്റെ ചിന്തയെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവം മുഖാമുഖമായി സംസാരിച്ചു. 2, പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. 3, യഹോവയായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സംസാരിച്ചു. പുത്രൻ്റെ ദൗത്യം നിറവേറിയപ്പോൾ അവൻ തന്നെ പരിശുദ്ധാത്മാവായി നമ്മോട് കൂടെ സംസാരിച്ചു.
അഞ്ചാമതായിട്ട് നിങ്ങൾ വായിച്ചു കേട്ടതായ ഈ പുസ്തകത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ഈ പുസ്തകം വായിക്കുന്നവരോട് ഈ പുസ്തകം സംസാരിക്കുന്ന പുസ്തകമാണ്. ഒരു കുഞ്ഞിനെ നമ്മുടെ മുമ്പിൽ ഈ മാർവോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ കുഞ്ഞിന് ജീവനുള്ളത്, ശ്വാസമുണ്ട്. ഇത് ഉயிருള്ള ഒരു പുസ്തകമാണ്. ഇത് പാവപ്പെട്ടവനെയും ദൈവമില്ലാത്തവനെയും ദൈവമുള്ളവനാക്കിയ ഈ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിലൂടെയാണ് ഇന്ന് കർത്താവ് നമ്മോട് കൂടെ സംസാരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച MJ ജോൺ അച്ഛൻ എന്ന് പറഞ്ഞ മധ്യ കേരളയിലും ഈസ്റ്റ് കേരളയിലും കർത്താവിൻ്റെ വേല ചെയ്ത് എൻ്റെ സെമിനാരിയിൽ വാർഡനായിരുന്ന അച്ഛൻ പറയും, ഈ കറുത്ത ബൈൻഡിട്ട ഈ ചുമന്ന കളറ് ഉള്ള ഈ ബൈബിളിനെ എടുത്തവനെ ദൈവം മാനിച്ചിട്ടുണ്ട്, അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അവനെ ബുദ്ധിയുള്ളവനായി ദൈവം മാറ്റി. ഇന്ന് ഞാൻ സുപരിതമായ നല്ല മലയാളമൊക്കെ സംസാരിക്കുന്നു. എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു വിക്കുണ്ടായിരുന്നു. ഒരു വാക്ക് പെട്ടെന്നൊന്നും വരത്തില്ല. എന്നാൽ ആ വിക്കിനെ മാറ്റിയ പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം പറയുന്നു, അമ്മമാരെ, അപ്പന്മാരെ, നീ ഇതിനെ മറന്നു കളഞ്ഞാൽ നിന്റെ മക്കളെ ഞാൻ മറന്നു കളയും. അമ്മമാരൊക്കെ പറയുന്നു, ഇപ്പൊ കണ്ണൊന്നും പിടിക്കുന്നില്ല, കണ്ണൊന്നും അത്ര ശരിയാകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് TV കാണാൻ നല്ല അടിപൊളി കണ്ണട വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. എന്നാൽ വേദപുസ്തകത്തെ മാനിച്ചവനെ ദൈവം മാനിച്ചിട്ടുണ്ട്. ആ വേദപുസ്തകത്തിൽ എഴുതിയ ഒരു ഹന്നയുടെ ജീവിതമാണ് നാം വായിച്ചു കേട്ടത്. അവൾ മനവ്യസനത്തോടെ, എൽക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇക്കാലത്തിൽ ആരെങ്കിലും എനിക്ക് 2 ഭാര്യ വേണമെന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചേക്കരുതേ, ഒരിക്കലും ഇച്ഛിച്ചേക്കരുതേ എന്ന് ഒരു സൂചന നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ദേവാലയം അനേക വിവാഹത്തിന് സാക്ഷിയായ ഒരു ദേവാലയമാണ്. ഇങ്ങനെ ഒരു ദേവാലയത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വിവാഹം 1958 ദൈവം അവർക്കൊരു കുടുംബജീവിതം തന്നു. അവർ ഒരിക്കൽ പോലും ഓർത്തു കാണത്തില്ല, ഞങ്ങൾക്ക് 9 മക്കളെ തരും, അതിൽ 4 അങ്ങയുടെ വേലയ്ക്ക് തരുമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിച്ചു കാണത്തില്ല. എന്നാൽ എന്നെ വെച്ച്, എൻ്റെ രോഗത്തെ വെച്ച് അമ്മ ഒരു ഉടമ്പടി ചെയ്തു. ദൈവമേ, അവിടുത്തെ വേലക്കായി ഇവനെ തരുമ്പോൾ ഇവനെ ജീവനെ തിരികെ തരണം. ദൈവം അങ്ങനെ തിരികെ തന്നു ജീവനെ. അമ്മ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്കൊരു പൈതലില്ല. അമ്മ ഒരു നേർച്ച നേരുകയാണ്, ദൈവമേ, എനിക്കൊരു ആൺകുഞ്ഞിനെ തരേണം. ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിക്കുൾ മക്കളില്ലാതെ വിലപിക്കുന്ന, ഒരു കുഞ്ഞുകാലില്ലാതെ വിലപിക്കുന്ന ഈ ദേശത്തിന്റെ നിവാസികളോട്, കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന, കുഞ്ഞില്ലെന്ന് പറയുന്ന, കരയുന്ന, ദുഃഖിക്കുന്ന, അലറുന്ന ദൈവമക്കളെ, രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ യഹോവയായ കർത്താവ്, എൻ്റെ ദേശത്ത് മച്ചി ഇല്ലായിരിക്കുമെന്ന് എൻ്റെ അപ്പൻ വിളിച്ചു പറയുകയാണ്. ഇവള് പോയത് എവിടെയാണെന്നറിയാമോ? സമാഗമന കൂടാരം, നമ്മുടെ ദേവാലയത്തെ പോലെ ദേവാലയത്തിൽ. അവൾ മനുഷ്യനോട് കരഞ്ഞില്ല, മനുഷ്യനോട് വിലപിച്ചില്ല. ഇന്ന് നമുക്ക് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയൽവക്കത്തെ എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെന്ന് പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. ഞാൻ പീരുമേട്ടിലെയും ചെങ്കോട്ടയിലെ കാര്യമാണ് പറയുന്നത്. ഭർത്താവ് കോപിച്ചാൽ ദേശം അറിയും, ഭാര്യ ഒന്ന് മൂളിയാൽ ദേശം അറിയും. എന്നാൽ ഹന്നയുടെ ജീവിതത്തിൽ
ഹന്ന ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്, യഹോവയായ ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ നൽകണമേ. വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഹന്നയുടെ ഗർഭം ദൈവം അടച്ചുവെന്നാ വേദപുസ്തകം പറയുന്നത്. ചിലരുടെ രൂപാന്തരത്തിനായി ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് നിങ്ങൾക്ക് പ്രാരംഭമാണ്. അതിൽ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരേണം. ഹല്ലേലൂയ. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കുമേ. എന്നെ അങ്ങനെയൊക്കെയാണ് ദൈവം മാനിച്ചത്. അവൾ വിലപിക്കുകയാണ്, അവൾ കരയുകയാണ്. എന്നാൽ അവളുടെ ഉദരങ്ങൾ കണ്ടിട്ട് ഏലി പ്രവാചകൻ പറയുന്നു, ഇവൾ വീഞ്ഞു കുടിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാരായം കുടിച്ച് ലക്കില്ലാത്തവളായി മാറി. എനിക്കൊരു വചനം വായിച്ചു തരണേ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15 ഒന്ന് നിർത്തി വായിച്ചാട്ടെ. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെ അല്ല യജമാനനെ, ഞാനൊരു മനോവസനമുള്ള ഒരു സ്ത്രീ. എല്ലാവരും ശ്രമിക്കണേ. അല്ലയോ പിതാവേ, അല്ലയോ പുരോഹിത, അല്ലയോ ദൈവത്തിന്റെ ദാസനെ, ഞാനൊരു മനോവ്യസനതയുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ സഹോദരിക്ക് മക്കളുണ്ട്, എനിക്ക് മക്കളില്ല. എനിക്ക് തമിഴ് ബൈബിളിലെ അതിൻ്റെ വാചകം വളരെ ഏറ്റവും ഇഷ്ടമാണ്. അവൾ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഊറ്റി. ചായ ഊച്ചും, വെള്ളം ഊച്ചും, വൈൻ ഊച്ചും, എന്നാൽ ഹൃദയം ഒരുത്തി ഊച്ചുകയാണ്. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. ചില കടഭാരത്തിൽ വീട് പണിത് പകുതിയിൽ നിൽക്കുന്ന, മക്കളെ വിവാഹം കഴിച്ചു വിടുവാൻ സാമ്പത്തികമില്ലാതെ, ഒരു കുഞ്ഞുകാലിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ ദൈവമേ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകർ ഈ സ്ഥലത്തുണ്ട്. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് യാചിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവം. അതിൽ 17-ാം വാക്യം കൂടി, 1:17 കൂടി വായിച്ചാട്ടെ. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. താഴോട്ട് വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ ദൈവത്തിന് സ്തോത്രം, അവൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയ റിട്ടയർഡായ അച്ഛൻ, പ്രിയ ഇടവകപ്പെട്ട അച്ഛൻ, ഞാൻ എന്ത് ദൈവത്തോട് ചോദിക്കുന്നുവോ, എന്ത് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുവോ, അത് ഞങ്ങളുടെ സ്വയമായി വന്ന അനുഗ്രഹമല്ല, ഞങ്ങൾ മേൽ പരമേൽപ്പിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം പറഞ്ഞാൽ അതുപോലെ ഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇവിടെ ഇരിക്കുന്ന കൊച്ചമ്മയും ഞാനും 5 വർഷമായി വിവാഹമായിട്ട് മക്കളില്ലാതെ ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അത് ഞങ്ങൾക്കറിയാവുന്ന ഒരു സാറാണ് അവരെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു. കൗൺസിലിംഗ് കഴിഞ്ഞു ഒരു 2 മാസത്തിന് ശേഷം വീണ്ടും ആ കുടുംബം ഞങ്ങളെ വിളിച്ചപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങൾക്കൊരു ആൺ പൈതൽ വേണോ പെൺ പൈതൽ വേണം? നിങ്ങളുടെ ചോയ്സിന് വിട്ടുതരിക. ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് കൊച്ചമ്മയും ഞാനും പോയി ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കേൾക്കണേ, 3 മാസത്തിന് ശേഷം ആ ഭവനത്തിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ്. അച്ഛാ, ദൈവത്തിൻ്റെ പിന്നിൽ എൻ്റെ ഭർത്താവിനും ഈ ഡോക്ടർക്കും അല്ലാതെ അടുത്ത് കൈമാറി തരുന്ന ഒരു സത്വാർത്തയുണ്ട്, ഒരു സ്വാർത്ഥയുണ്ട്. ഞാൻ 3 മാസം
ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുകയാണ്. അവിടുന്ന് ഉടനെ തന്നെ നിങ്ങൾ കുടുംബമായിട്ട് വീട്ടിലെത്തേണം. ആ വീട്ടിൽ യാത്ര പുറപ്പെട്ടു. ഞങ്ങളവർ കൺസ്യൂവായോ എന്നതേക്കുറിച്ച് പോലും സന്തോഷമില്ല. എന്നാൽ ഞങ്ങളെ ഇപ്പൊ പറഞ്ഞാലും എൻ്റെ ശരീരം പുല്ലരിക്കും. ആ സഹോദരി ഒരു വലിയൊരു കിറ്റ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് പറഞ്ഞു, അച്ഛാ, ഇതൊരു ആൺകുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. അച്ഛൻ പറഞ്ഞത്, കൊച്ചമ്മ പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുത്തു. കുഞ്ഞിൻ്റെ പേര് ആസിസ്. എന്ത് പേരാ? ആസിസ്. ഇന്ന് അവൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രിയുടെ യാമത്തിൽ യാചിച്ചാൽ നൽകുന്ന ഒരു ദൈവം എൻ്റെ ദൈവം. അപ്രകാരം ഹന്ന ഏലി പ്രവാചകന്റെ വാക്ക് ഏറ്റെടുത്തു. അമ്മമാരെ, അപ്പന്മാരെ, ഇന്ന് രാത്രിയിൽ ഇതിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഞാൻ വായന ഭാഗമായി എടുത്ത വചനം ഇതുവരെ ഞാൻ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. ഞാനതൊരു മറച്ചു വച്ചിരിക്കുകയാണ്. ഇത് മറച്ചത് വെളിപ്പെടുത്തിയിട്ട് ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് യാത്രയാകത്തുള്ളൂ. എനിക്കൊരു വചനം കൂടെ വായിക്കണേ. 1 ശമൂവേൽ 1:27 28. 1 ശമൂവേൽ 1:27 28. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് വേണ്ടി നിവേദിച്ചിരിക്കുന്നു. മതി. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടതിൽ നിന്ന്, സ്നാനപ്പെട്ടതിൽ നിന്ന് ഇന്ന് വരെ നമ്മൾ യാചിക്കുകയാണ്. അത് വാനോളം വന്ന് നിന്നിട്ട് ഉത്തരമില്ലാതെ കരയുന്ന ദൈവമക്കളെ, വർഷത്തിൽ ഒരു പ്രാവശ്യം സമാഗമന കൂടാരത്തിൽ യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന ആ ദേവാലയത്തിൽ ഏലിക്ക് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ഏലിക്കത് മനസ്സിലായില്ല. എന്നാൽ ഒരുത്തി മനസ്സിലാക്കി കൊടുത്തു. ഇന്ന് രാത്രിയിൽ ദൈവം ചോദിക്കുന്നു, അപ്രകാരം ഹന്നയെപ്പോലെ ദേവാലയത്തിൽ വന്ന് വിലപിക്കുന്നവർ ഇവിടെ എത്ര പേരുണ്ട്? 174 വർഷത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു പാരമ്പര്യമില്ല എങ്കിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം രാജനച്ഛനിലൂടെ സംസാരിക്കുന്നു. ചില ഹന്നയെ ഈ ദേശത്തിൽ ആവശ്യം, ഈ സഭയ്ക്ക് ആവശ്യം. ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? എഴുന്നേൽക്കുമെങ്കിൽ ഈ ദേശത്തിന് വലിയൊരു വിടുതൽ, അനുഗ്രഹം ദൈവം നൽകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെയും പ്രാർത്ഥിക്കാറുണ്ട്, നേർച്ച ചെയ്യാറുണ്ട്. ഈ ദേശം മുഴുവനും നല്ല കൃഷിയുടെ അന്തരീക്ഷമാണ്. ഞാൻ വന്നതിന് ശേഷം കുറേ ദൂരം, ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് യാത്രയായി. ചർച്ചിവിടെയാണെന്ന് എനിക്ക് അറിയാം. എന്നാൽ എൻ്റെ മനസ്സിൽ പ്രേരണയുണ്ടായി. ഞാൻ ഇവിടുന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് യാത്രയായി കാറയിൽ. ഞാൻ കണ്ടത് നല്ലൊരു കൃഷിസ്ഥലം, അധ്വാനിക്കുന്ന ജനം. എൻ്റെ അപ്പന് അധ്വാനിക്കുന്നവൻ്റെ കൂടെയാണ് എൻ്റെ അപ്പൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്ഥലം തന്നില്ലേ? നല്ല കൃഷി തന്നില്ലേ? വിളവ് ഇറക്കുമ്പോൾ പറയും, കർത്താവ് ഇത് ആദ്യത്തെ ഫലം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. നല്ല വാഴയൊക്കെ കൃഷിയുണ്ട്. ആദ്യത്തെ കൊല നേർച്ച ആർക്ക് നേരും? പള്ളിക്ക് നേരും. എന്നെക്കാളും ഉയരത്തിൽ വരുമ്പോൾ
സാത്താൻ വിതയ്ക്കും. അത് എവിടെ കൊടുക്കരുത്? പള്ളിയിൽ കൊടുക്കരുത്. നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം. ആരാക്കരുത്? പട്ടക്കാരനാക്കരുത്, ഉപദേശിയാക്കരുത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവം ഹന്നയെ വെച്ച് പഠിപ്പിക്കുന്നു. അവൾ 2 കാര്യം ദൈവത്തോട് പറഞ്ഞു. അവൾ ഒരു പ്രാർത്ഥിക്കുന്ന, ദ പ്രയർ ബ്രിങ് വിക്ടറി, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്ന ഒരു ദൈവത്തെ പിടിച്ചു. 2, അവൾ നേർച്ച നേർന്നു. കർത്താവേ, നീ കുഞ്ഞിനെ തരുമെങ്കിൽ ഇവൻ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ സമർപ്പിക്കും. ഇപ്പോഴാണ് വായന ഭാഗത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവം കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും നേർച്ചയും ഉണ്ടായാൽ വലിയൊരു ഡെലിവറൻസ്, അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പ്രാർത്ഥിക്കുന്ന ആയിരനെല്ലൂരിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം ഇന്ന് രാത്രിയിൽ വിളിക്കുകയാണ്. ഉത്സവത്തിന്റെ 3-ാം ദിവസം സൈന്യങ്ങളുടെ കർത്താവ് വിളിച്ചു പറയുന്നു, നേർച്ച ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, വേദന, നിന്ന ദൈവം മാറ്റിക്കളയുമെന്നാണ് ദൈവം പറയുന്നത്. വായന ഭാഗമായിട്ട് വായിച്ച 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യം വായിച്ചാട്ടെ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. വായിച്ചാട്ടെ. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ല. കേൾക്കണേ, ഒരു അമ്മയുടെ വിലാപമാണ്, എനിക്കൊരു ആൺപൈതലിന് തരണം, അവന് നേർച്ചയായിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കാം. അവൾ കൊടുത്തു. അവൾ അപ്രകാരം തന്നെ ദൈവത്തെ മാനിച്ചു. വേദപുസ്തകം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇന്ന് രാത്രിയിൽ ദുർലഭമായിരുന്ന വചനം, പ്രത്യക്ഷമായ പ്രവചനമില്ലായിരുന്ന കാലത്ത് ഒരു ബാലൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. അപ്പന്മാരെ, അമ്മമാരെ, ഇതുവരെയും നിങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ സഭയിൽ ഇവിടുത്തെ ചില ജോലികൾ ചെയ്യുവാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിയാതിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യണം. എൻ്റെ പള്ളിയിൽ കപ്പിയാരായി ആരൊക്കെ സേവനം ചെയ്തുവോ അവരെയൊക്കെ ദൈവം മാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പള്ളിയിൽ ആർമിയിലിരിക്കുന്ന ഒരു കപ്പിയാര് ജോലി ചെയ്തവനെ 1,15,000 രൂപയുടെ ശമ്പളക്കാരനായി ആർമിയെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറായി ദൈവം മാറ്റി. ആയതുകൊണ്ട് ഈ യുവതലമുറയെ, ഹന്ന തൻ്റെ കുഞ്ഞിനെ ചർച്ചിൽ ട്രെയിൻഡ് ചെയ്തപ്പോൾ, പിന്നീട് ഞാൻ കൊണ്ടുവരാം അതിൻ്റെ സത്വാർത്ത എന്താണെന്ന്. അവൻ യഹോവയ്ക്ക് എന്ത് ചെയ്തു? വേല ചെയ്തു. താഴോട്ട് വായിക്കുമ്പോൾ ഏലിയുടെ കണ്ണ് എന്തായി? കാഴ്ച നഷ്ടപ്പെട്ട നിലയിൽ ഏലിയുടെ കണ്ണ് മാറി. ഞാൻ മുഖവരായിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന അച്ഛൻ, ഇവിടുത്തെ പട്ടക്കാരനായ അച്ഛൻ, ഞാൻ ഇവിടുത്തെ ഇരിക്കുന്ന എവാഞ്ചലിസ്റ്റ്, നിങ്ങളെപ്പോലെ അല്ല. ഞങ്ങൾ പ്രഭാതത്തിൽ ഇടുവിൽ നിൽക്കേണ്ടവരാണ്. ദേശത്തിന് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങളെ ദൈവം അറിയിക്കും.
നിങ്ങളുടെ മുഖത്തിൽ വേദന വരുമ്പോൾ വേദന അറിയുവാനുള്ള ഒരു കൃപ തന്നവരാണ് ഞങ്ങൾ അഭിഷക്തന്മാർ. എന്നാൽ ഏലിക്ക് ഹെൽത്ത് പ്രകാരം കണ്ണ് ഔട്ട്, അവൻ്റെ അകക്കണ്ണും ഔട്ടായിപ്പോയി. രാത്രിയിൽ യഹോവയായ ദൈവത്തിന് വേല ചെയ്ത ഒരു നിലവിളക്കുണ്ട്. അതിൽ കിടന്നതിന് മുമ്പ് രണ്ടുപേരും ദൈവസന്നിധിയിൽ കിടന്നുറങ്ങുവാൻ പോയി. കിടന്നുറങ്ങിയപ്പോൾ ശമൂവേൽ എന്ന ബാലനോട് ദുർലഭമായിരുന്ന ദൈവവചനം, പ്രവചനമില്ലായിരുന്ന അക്കാലത്ത് ദൈവം ഒരുവനെ വിളിക്കുകയാണ്. ശമൂവേലേ, ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിലിരിക്കുന്ന പത്രോസേ, കൃഷ്ണൻകുട്ടിയെ, മേരിക്കുട്ടിയെ, നിന്നെ ദൈവം വിളിക്കുകയാണ്. നീ ദൈവശബ്ദം കേൾക്കുമെങ്കിൽ, ദൈവശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ദൈവസന്നിധിയിൽ കടന്നു വരുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ സംസാരിക്കും. ഇവൻ ഇതുപോലെ ശബ്ദം കേൾക്കാത്തവനായ ശമൂവേൽ ബാലൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ആരോട് പോയി? ഏലിക്ക് മുമ്പായി പോയി. അല്ലയോ യജമാനനെ, എന്നെ താങ്കൾ വിളിച്ചുവോ? നോ, ഞാൻ വിളിച്ചില്ല, ഞാൻ നിന്നെ വിളിച്ചില്ല. ഞാൻ മുഖവരയായിട്ട് പറഞ്ഞു, ഹെൽത്തി ബോഡിയിലുള്ള കണ്ണ് ഔട്ടായി, ഉള്ളിലിരിക്കുന്ന കണ്ണും ഔട്ടായി. നീ മക്കളെ പോയി കിടന്നുകൊള്ളുക. ഇന്ന് രാത്രിയിൽ ദൈവം ചോദിക്കുന്നു, ഈ ശമൂവേലിനെ പോലെ ദൈവശബ്ദം കേൾക്കുന്നവർ ഇവിടെ എത്ര പേരുണ്ട്? ലോകത്തിൽ 1-ാം തീയതി ജാനുവരി ആകുമ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്ന, ഈ വർഷത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെ പ്രവചിക്കുന്നവന് മനസ്സിലായില്ല, ഒരു കൊറോണ വരാൻ പോകുകയാണ്, കോടി ജനങ്ങൾ മരിക്കുമെന്ന് ഒരു പ്രവാചകന്മാരും പ്രവചിച്ചില്ല. അപ്പോൾ പ്രവചനത്തിൽ കുറവുണ്ട്. എന്നാൽ എൻ്റെ അപ്പൻ പറഞ്ഞ പ്രവചനം അപ്പടിയെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, 1 വിളിച്ചു, ശമൂവേലിനെ 2 വിളിച്ചു, 3 വിളിച്ചു. 3 പ്രാവശ്യം പോയിട്ടും ഏലിക്ക് കണ്ണ് 2ഉം ഔട്ടായി പോയി. 3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഏലി മനസ്സിലാക്കുന്നത്, ദുർലഭമായിരുന്ന വചനം, പ്രത്യക്ഷമായ പ്രവചനമില്ലായിരുന്ന കാലത്ത് ഒരു അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ വിലാപവും നേർച്ചയും ഒരു ശമൂവേൽ ബാലനെ ദൈവം അയച്ചിട്ട് ഇപ്പോൾ ദുർലഭമായിരുന്ന വചനം, പ്രത്യക്ഷമായ ദർശനമില്ലാതിരുന്നപ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം, ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞിട്ട് ജനം ആർത്തു വിളിച്ചു, കർത്താവേ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമേ, ദൈവമേ, ഞങ്ങൾക്കൊരു രാജാവിനെ നൽകണമേ എന്ന് ജനം ആർത്തു വിളിച്ചു. ഇന്ന് രാത്രിയിൽ 4ാമതായിട്ട് സ്വർഗത്തിലെ ദൈവം ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നീ ഒരുത്തന്റെ അണ്ടറിലാണല്ലോ. നിന്റെ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇവൾ വീഞ്ഞു കുടിച്ച് ലഹരിയുള്ളവരായി ഇരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെയല്ല, ഒരു മനക്ലേശമുള്ള ഈ സഹോദരിയാണ്, ഇവളെ അനുഗ്രഹിച്ച് തന്റെ വീട്ടിൽ അയക്കുക എന്ന് പറഞ്ഞ ദൈവം ഞാനാണ്. എന്നാൽ
ഈ രാത്രിയുടെ യാമത്തിൽ ഈ ശബ്ദപരിധിക്കുൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനമേ, ഈ ദേശത്തോട് ദൈവം പറയുകയാണ്, ഇന്ന് വരെയും ദുർലഭമായിരുന്ന ദൈവവചനം, പ്രവചനമില്ലാതെ ദൈവവചനം ഇന്ന് ഈ ദേശത്തിൽ ഇന്ന് മുതൽ കേൾക്കാൻ തുടങ്ങുവാൻ പോകുകയാണ്. അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ, അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ, അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനം ഇന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, യഹോവയായ ദൈവം ഏലിയുടെ കുടുംബത്തിൽ ഏലി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെയും, ഹല്ലേലൂയ, രാത്രി ദൈവം സംസാരിച്ചു. ശമൂവേൽ ബാലൻ ഉറങ്ങി, ഏലിയും കൂടെ ഉറങ്ങി. പ്രഭാതമായപ്പോൾ ഏലി ശമൂവേലിന്റെ അടുക്കലേക്ക് പോകുകയാണ്. സീനിയർ പട്ടക്കാരൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെത്രോപോലിത്തയാണ് ഏലി. ഏലി ചോദിക്കുകയാണ്, ഇന്ന് രാത്രി യഹോവയായ ദൈവം നിന്നോട് കൂടെ എന്താണ് സംസാരിച്ചത്? എനിക്ക് ഒന്നിനെയും മറച്ചു വയ്ക്കരുത്. ഞാനും അച്ഛനൊക്കെ ഒരു പള്ളിയുടെ ക്യാമ്പസിലാണല്ലോ. ഇന്ന് രാത്രിയിൽ ഏലി പ്രവാചകൻ ചോദിക്കുന്നു, അല്ലയോ ശമൂവേലേ, ഇന്നലെ രാത്രിയിൽ യഹോവയായ ദൈവം ദുർലഭമായിരുന്ന വചനങ്ങൾ, പ്രവചനമില്ലാതിരുന്ന കാലത്ത് നിന്നോട് ഇടപെട്ടു. എന്താണ് പറഞ്ഞത്? നീ ഒന്നിനെയും മറച്ചു വയ്ക്കരുത്. അപ്പോൾ ശമൂവേൽ ബാലൻ പറയുകയാണ്, അല്ലയോ ഏലി പുരോഹിത, നിന്റെ ശുശ്രൂഷ ദൈവത്തിന് ഹിതപ്രകാരമല്ല നടന്നത്. നീ 2 മക്കളെയും പുരോഹിതന്മാരാക്കി. അവരുടെ ജോലിയൊന്നും ശുഷ്കാന്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു കളവാൻ പോകുകയാണ്. ശമൂവേൽ പറഞ്ഞതുപോലെ ഏലിയുടെ മക്കൾ ഒരേ ദിവസം മരിച്ചുപോയി. നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ കരയുന്നവരായി ഇരിക്കുമെങ്കിൽ മക്കൾ നേരെ ചൊവ്വേ ഈ ദേശത്തിൽ നടക്കും. അമ്മമാരെ, എത്ര പ്രാവശ്യം ഒരു കുഞ്ഞുകാലിന് വേണ്ടി പ്രാർത്ഥിച്ചു. കിട്ടിയപ്പോൾ അച്ഛനും വേണ്ട, പട്ടക്കാരും വേണ്ട, സഭയും വേണ്ട. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അറിയിക്കുന്നു, ഒരുവളുടെ പ്രാർത്ഥന, ഒരുവളുടെ നേർച്ച ഒരുത്തൻ്റെ ചെവിയിൽ ദൈവശബ്ദം കേട്ടു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ പലർ വിദേശത്ത് വേല ചെയ്യുന്നു. ഐ ആം വെരി ഹാപ്പി. എന്നാൽ ജോലിയെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും നിങ്ങളുടെ മക്കൾ ദൈവശബ്ദം കേൾക്കുന്നവരായി മാറണം. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്നവർ ഇവിടെ എത്ര പേരുണ്ട്? 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അമ്മമാർ എത്ര പേരുണ്ട്? അപ്പച്ചന്മാർ എത്ര പേരുണ്ട്? സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഭാവി, ഈ സഭയുടെ അടുത്ത തലമുറയെ ഉളവാക്കുന്നതിൽ അമ്മമാരുടെ പങ്ക് എവിടെ എന്ന് കർത്താവ് ചോദിക്കുന്നു. കമ്മിറ്റിക്കാരെ, സഭയെ നിയന്ത്രിക്കുവാനും മാത്രമല്ല, സഭയുടെ ആത്മീക ഭൗതിക കോളങ്ങളിൽ ഏത് ഭവനമാണ് സഭയ്ക്ക് വരാത്തത്, ഏത് കുടുംബമാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത്, അവർക്ക് വേണ്ടി അച്ഛനോട് കൂടെ നിന്ന് അവരെ ഈ ആലയത്തിൽ കൊണ്ടുവരുവാൻ, അവരെ ദൈവമുള്ളവരായി, ദൈവശബ്ദം കേൾക്കുന്നവരായി മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അന്ന് സംസാരിച്ച തുടങ്ങിയ ദൈവം തുടർന്ന് കർത്താവ് ഈ ശമൂവേലിനോട്
ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ തുടങ്ങി. ശമൂവേൽ ഒരു ന്യായാധിപനായി, ശമൂവേൽ ഒരു പ്രവാചകനായി, ശമൂവേൽ ഞങ്ങളെപ്പോലെ ഒരു പുരോഹിതനായി ദൈവം അവനെ മാറ്റി. അപ്രകാരം ജനം ചോദിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ആരെ വേണം? രാജാവിനെ വേണം. ഒരു അപ്പൻ്റെ അടുത്ത് മോൻ പോയി ചോദിച്ചു, അപ്പാ എനിക്ക് അപ്പം വേണമെന്ന് പറഞ്ഞാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ച തേള് കൊടുക്കുമോ? ലോകത്തിൽ ഒരു അപ്പനും ചെയ്യത്തില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചനോട് എന്ത് ചോദിച്ചാലും അവൻ തരും. കേൾക്കണോ? ഞാനൊരു സത്യം വിളിച്ചു പറയുമോ? നടന്ന ഒരു സംഭവം നിങ്ങളോട് പറയുകയാണ്. അമേരിക്കയിൽ നിന്നൊരു അമ്മച്ച് ഡിസ്കിൻ്റെ പ്രോബ്ലമായിട്ട് ഓപ്പറേഷന് വേണ്ടി ചെങ്കോട്ടയ്ക്ക് വന്നു. വീട് കൊച്ചിയിലാണ്, മോൻ അവിടെ താമസിക്കുന്നു. എന്നെപ്പോലെ 3-4 ശുശ്രൂഷകരെ വിളിച്ചു പ്രാർത്ഥിച്ചു. മക്കളന്ന് കുഞ്ഞു മക്കളാണ്. 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ 3 ശുശ്രൂഷകരും ഞങ്ങൾക്ക് ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് അവർ പോയി കളഞ്ഞു. 2-ാം ദിവസം ഈ പാവപ്പെട്ട അച്ഛൻ കൊച്ചമ്മയും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ആ അമ്മ പറയുക, സ്വർഗത്തിൽ നിന്നൊരു കരം ഇറങ്ങി വന്ന് എൻ്റെ ഡിസ്കിനെ ചേർത്ത് വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സത്യമാണ് പറയുന്നത്. ഡിസ്ക് ചേർത്ത് വച്ചിരിക്കുന്നു. എനിക്കൊരു അത്ഭുതം നടന്നിരിക്കുന്നു. എൻ്റെ ശരീരം അതിനെ എന്ന് സ്പർശിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. വൈകുന്നേരം ആ അമ്മ വിളിച്ചു ഞങ്ങൾ രണ്ടുപേരെയും. അവർ ആ സാക്ഷി വീണ്ടും ആവർത്തിക്കുകയാണ്, എനിക്കൊരു വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. 3-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞു. അവർ പറയുകയാണ്, ഞാൻ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മി ഒന്നുകൂടി ഒരു MRI നമുക്ക് എടുത്തേക്കാം. തിരുനെൽവേലിയിൽ കൊണ്ടുപോയി MRI എടുത്തു. ഡോക്ടർ ചോദിച്ചു, എന്താണ്, ഏത് ആവശ്യത്തിനാണ് ഈ MRI എടുത്തത്? അമ്മച്ചി അപ്പോൾ USA ന്യൂയോർക്കിലെടുത്ത ആ MRI കാണിച്ചു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു അത്ഭുതം നടന്നിരിക്കുന്നു. കേൾക്കണേ, ഒരു ചെറിയ വാടക വീട്ടിൽ ഇരുന്ന ഈ അച്ഛനെ ഈ അമ്മച്ചി ക്യാൻസൽ ചെയ്തു. തൻ്റെ ഓപ്പറേഷന് മടങ്ങി അമ്മച്ചി അമേരിക്കയിലേക്ക് പോയി. ഒരു ദിവസം എന്നെ വിളിച്ചു, മക്കളെ, ഇന്ന് വരെ നിങ്ങളൊരു ദൈവദാസനാണ്. ഇന്ന് മുതൽ എനിക്കൊരു മോനെ ദൈവം തന്നിരിക്കുന്നു. മോൻ അമ്മയോട് എല്ലാം ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസം സൂട്ട്കേസ് എന്ന അൽഫയുടെ സൂട്ട്കേസുമായിട്ട് എടപ്പാളയത്തിൽ വന്ന ഒരു അച്ഛനാണ് ഈ അച്ഛൻ. വീട്ടിലെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ അമ്മ 34 മാസം തൻ്റെ ദശാംശത്തിൻ്റെ കറക്റ്റ് ദശാംശം എനിക്ക് നൽകി. ഞാനും കൊച്ചമ്മയും മക്കളും അമേരിക്കയിൽ പോയിട്ടില്ല. എന്നാൽ അമേരിക്കയിലുള്ള സർവവും അനുഭവിക്കുവാൻ ഈ എളിയ ദാസന് ദൈവം സഹായിച്ചു. കൊറോണ വന്നപ്പോൾ നിങ്ങളെല്ലാം അറിയാം, സഭകളെല്ലാം പൂട്ടി. എനിക്ക് വേണ്ടി അമ്മച്ചിയെ ചെങ്കോട്ടയിൽ കൊണ്ടെത്തിച്ചു. 3 മാസം എൻ്റെ കൂടെയായിരുന്നു. ഞങ്ങളുടെ സർവ്വകാര്യങ്ങളും ഞങ്ങളുടെ സഭയുടെ ജനങ്ങൾക്ക് സഹായിക്കുവാനും ഈ അമ്മച്ചിയെ ദൈവം ഉപയോഗിച്ചു വെച്ച. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം സംസാരിക്കുന്നു. അവൻ സംസാരിച്ചാൽ വിടത്തില്ല. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ കുറവുകൾ പറയും. നിങ്ങളുടെ കഷ്ടതയിൽ അവൻ കൂടെ നിൽക്കും. നിങ്ങളെ ഇസ്രായേൽ ജനത്തെ പോലെ അവൻ ചുമക്കും. അവൻ മേഘസ്തംഭത്തിലൂടെ അഗ്നിസ്തംഭത്തിലൂടെ നിങ്ങളെ അവൻ കടത്തി കൊണ്ടുപോകും. അവൻ നിങ്ങളെ ചുമക്കും. കേൾക്കണേ, ഇപ്പോൾ ദൈവമായ കർത്താവ് ശമൂവേൽ ബാലനോട് ഒരു തൈലക്കൊമ്പിനെ തരികയാണ്. ഹല്ലേലൂയ. എന്താണ്? ശമൂവേലിനോട് ഒരു അമ്മയുടെ യാചനയും നേർച്ചയും ദൈവം കേട്ടിട്ട്
ഒരു രാജാവിനെ അഭിഷക്തം ചെയ്യുവാൻ എന്ത് തരികയാണ്? തൈലക്കൊമ്പിനെ തരികയാണ്. നിങ്ങളുടെ മക്കൾ ഒരു ജഡ്ജിയാകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ മക്കൾ ഒരു ഡോക്ടറാകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഈ ദേശത്തിൽ, ഈ സഭയിൽ ഒരു ബിഷപ്പ് ഉണ്ടാകുവാൻ എത്ര പേർ പ്രാർത്ഥിക്കുന്നു? ഇന്ന് എഴുതി വെച്ചോ, ഈ സഭയിൽ നിന്ന് ഒരു ബിഷപ്പിനെ ദൈവം നിങ്ങൾക്ക് തരും. വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഹന്നയെ പോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ മതിയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ തൈലക്കൊമ്പുമായിട്ട് ദൈവം ശൗലിന്റെ വീട്ടിലേക്ക് ശമൂവേലെ അയക്കുന്നു, രാജാവായിട്ട് വാഴിക്കുകയാണ്. എന്നാൽ ഒരു വലിയൊരു അനുഗ്രഹം നടന്ന വീട്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വിട പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം വീണ്ടും 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 ശമൂവേലോട് സംസാരിക്കുന്നു. ശമൂവേലേ, ഞാനൊരു രാജാവിനെ ഇസ്രായേലിന് തന്നു, പക്ഷെ രാജാവിൻ്റെ രാജഭരണവും രാജാവിൻ്റെ ജീവിത ശൈലിയും എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. നീ എഴുന്നേറ്റ് തൈലക്കൊമ്പുമായി ഈശായുടെ വീട്ടിലേക്ക് ചെല്ലുക. എവിടെ ചെല്ലുക? ഈശായുടെ വീട്ടിലേക്ക് ചെല്ലുക. ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ, പലപ്പോഴും നമ്മുടെ അപ്പനമ്മമാർ നമ്മൾ ഏത് കുട്ടിയാണ് സ്നേഹിക്കുന്നത് അവർക്ക് ഈ വസ്തുക്കളൊക്കെ എഴുതി വയ്ക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈശായോട് ചോദിക്കുന്നു, ഇനി വേറെങ്കിലും മക്കൾ ഏതെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് പറയുന്നത്, ഒരുത്തൻ ആടിനെ പോറ്റുവാൻ പുലർത്തുവാൻ പോയിരിക്കുന്നു. അവനെ അപ്പനറിയത്തില്ല. ഈ 10 കൈയുള്ള നരമ്പുള്ള ഈ കൈ കൊണ്ട് ദൈവത്തെ തമ്പേറുകൊണ്ട് പാടി സ്തുതിക്കുന്നവനെ അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ അവനെ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി ഞാൻ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. അമ്മമാരെ, അപ്പന്മാരെ, യൗവനക്കാരെ, സഭയുടെ കമ്മിറ്റിക്കാരെ, ദേശനിവാസികളെ, ഇടയനെ രാജാവാക്കിയതാണ് ഈ പുസ്തകത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. അപ്രകാരം ദൈവം ശമൂവേൽ എന്ന ബാലൻ്റെ അമ്മയുടെ യാചന, നേർച്ച ദൈവം അംഗീകരിച്ചു. അമ്മമാരെ, ഇന്ന് രാത്രിയിൽ ദൈവം ചോദിക്കുന്നു, നിങ്ങൾക്കൊരു യാചനയുണ്ടോ? നിങ്ങൾക്ക് 1000 നല്ലൂരെ ഒരു നേർച്ചയുണ്ടോ? അത് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ എന്ത് കേൾക്കും? പറഞ്ഞേ, ദൈവശബ്ദം കേൾക്കും. ശബ്ദത്തോട് നിൽക്കുന്നതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മക്കളുടെ കയ്യിൽ എന്ത് നൽകും? തൈലക്കൊമ്പിനെ നൽകും.